ഈ ഒരു സ്വർഗത്തിന്റെ പാതയിലേക്കാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും ക്ഷണിച്ചുപോയത്. മുഴുവനും ക്ഷണിച്ചത് ആ ദൗത്യാണ് ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? വലഖദ് ബഅത്നാ ഫി കുല്ലി ഉമ്മത്തി റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് തഗൂത്ത്. സ്വർഗത്തിന്റെ വഴി, സ്വർഗത്തിന്റെ വഴി നോക്കണേ നിങ്ങള്. ജീവിതം ഒരിക്കലും സ്വന്തം താല്പര്യത്തിനനുസരിച്ചാകരുതേ, പകരം അല്ലാഹുവിന്റെ വിധിപ്രകാരമാകണം, അഥവാ പ്രമാണബദ്ധമാകണം. നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി മൂന്നും റബ്ബിഷ്ടപ്പെട്ടതാകണം. റബ്ബിഷ്ടപ്പെടാത്ത മനസ്സും വാക്കും പ്രവൃത്തിയുമായി നമ്മൾ ജീവിച്ചു പോകരുതേ. തന്നിഷ്ടങ്ങളെ നമ്മൾ ഒഴിവാക്കണേ. ആദർശരംഗത്തൊരാളെ തടഞ്ഞു നിർത്തുന്നത് തന്നിഷ്ടമാ, റബ്ബിന്റെ ദീനിൽ നിന്നൊരാളെ അകറ്റി നിർത്തുന്നത് തന്നിഷ്ടമാ. പടച്ച റബ്ബിന്റെ ആയത്ത് കേട്ടിട്ട് തിരിഞ്ഞു പോണത് തന്നിഷ്ടത്താലാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ തിരുവാചകങ്ങളെ ജീവിതത്തിന്റെ മേഖലയിൽ നിന്ന് മാറ്റിവെക്കുന്നത് തന്നിഷ്ടപ്രകാരമാ. നിങ്ങളൊന്ന് ആലോചിക്കണേ, നമ്മൾ എത്രമാത്രം സീഡി കണ്ടു, എത്ര സീഡി കേട്ടു, എത്ര ക്ലാസ്സിനിരുന്നു, എത്ര ഖുതുബ കേട്ടു, എത്ര പുസ്തകങ്ങൾ വായിച്ചു പോയി. എന്നിട്ടും ജീവിതം വായിച്ചതിനും കണ്ടതിനും കേട്ടതിനും സർവസ്വത്തിനും എതിരാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ 32-ാം അധ്യായം സൂറത്ത് സജ്ദ 22-ാമത്തെ വാചകം. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഗ്റദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉപദേശം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനേക്കാളും അക്രമിയായി ആരുണ്ട്? ആയത്ത് കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ, ഹദീസ് കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ, ദീനിന്റെ നിയമങ്ങൾ മുന്നിലേക്ക് അങ്ങ് ഓതി കേൾപ്പിക്കപ്പെട്ട് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ അക്രമിയായി മറ്റാരുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ പേരിൽ നാം ശിക്ഷാ നടപടിയെടുക്കുന്നതാണ്. ആരാണ് ഇവിടെ കുറ്റവാളികളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? അള്ളാഹുവിന്റെ ആയത്തുകൾ, അതിന്റെ വിശദാംശമായ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പൂങ്കവരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദാംശങ്ങൾ, തിരുവാചകങ്ങൾ, ഇവ രണ്ടിനെയും, ഈ രണ്ട് ഉത്ബോധനങ്ങളെയും കിട്ടിയിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരെക്കാൾ അക്രമി മറ്റാരുണ്ട്? ഏറ്റവും വലിയ അക്രമി അയാളാണ്. നിങ്ങൾ ആലോചിക്ക, അറിഞ്ഞു തെറ്റിയ പലിശ ഹറാമാണെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്തു പോവാതുമായി ബന്ധപ്പെട്ടു പോവുക, മദ്യം പാടില്ലെന്നറിഞ്ഞിട്ടും കുടിച്ചു പോവുക, ലോട്ടറി വേണ്ടെന്നറിഞ്ഞിട്ടും എടുത്തു പോവുക, പാൻ മസാലകൾ, അങ്ങനെ തുടങ്ങി എത്രയെത്ര വൃത്തികേടുകളാ. ഉമ്മത്ത് മുസ്ലിമയുടെ പുരക്കകത്ത്, ഉമ്മത്ത് മുസ്ലിമയുടെ പറമ്പിനകത്ത്, ഉമ്മത്ത് മുസ്ലിമ താമസിക്കുന്നിടത്ത്, ഉമ്മത്തി മുസ്ലിമ ജീവിക്കുന്നിടത്ത്, ബസ്സിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ജീവിക്കുന്നിടത്ത് മുഴുവനും ഹറാം. എല്ലായിടത്തും സർവത്ര ഹറാം. ഈ ഹിദായത്തിന്റെ വഴിത്താര വിട്ട് ജീവിച്ചു മനുഷ്യൻ. സ്വർഗം മറന്നുപോയി, വരാനുള്ള ലോകത്തെ പറ്റി മറന്നുപോയി, അള്ളാഹു ഓഫർ ചെയ്ത സുഖത്തെ പറ്റി മറന്നുപോയി. നോക്കണേ നിങ്ങള്, ദേഹേച്ഛക്കത്ത് ജീവിക്കുന്നത് നാശമാ. ഏതൊരു തിന്മയിലേക്കും ഒരു മനുഷ്യരാശിയെ നയിക്കുന്ന ദേഹേച്ഛയാ, തന്നിഷ്ടമാ. എന്ത് കേട്ടാലും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മാത്രം. അത്തരക്കാര് വഴിപഴച്ചവരാ. ഒന്ന് അക്രമികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു പോയതിന്റെ പുറമെ 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 50-ാമത്തെ വാചകം. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ, പടച്ചവെങ്കിൽ നിന്ന് ഹിദായത്തിന്റെ ഒരു വഴി അവർക്ക് കിട്ടിയില്ല, റബ്ബിങ്കിൽ നിന്നൊരു ആയത്തും അവരുടെ മുന്നിലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശദാംശവും അവരുടെ മുന്നിലില്ല. എന്നിട്ടും തന്നിഷ്ടങ്ങളെ പിന്തുടർന്നവനേക്കാൾ, തന്നിഷ്ടത്തെ പിന്തുടർന്നവനേക്കാൾ വഴിപഴച്ചവനാരുണ്ട്? വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ചോക്കെ, അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു മാർഗദർശനമില്ല. കള്ളുടിച്ചോളി നല്ല പറഞ്ഞില്ല, വ്യഭിചരിച്ചോളി നല്ല പറഞ്ഞില്ല, മോഷ്ടിച്ചോളി നല്ല പറഞ്ഞില്ല, പരദൂഷണം പറഞ്ഞോളി നല്ല പറഞ്ഞില്ല, ഏഷണി പറഞ്ഞോളി നല്ല പറഞ്ഞില്ല, അല്ല പറഞ്ഞില്ല. എന്നിട്ടും അത് പറയുന്നവൻ, അള്ളാന്റെ ഒരു മാർഗദർശനവും കൂടാതെ പറയുന്നവൻ, തന്നിഷ്ടം പ്രവർത്തിക്കുന്നവനേക്കാളും വഴിപഴച്ചവനാരുണ്ട്?
ഇന്ന് ഇശാ നിസ്കാരത്തിൽ പോലും നമ്മൾ ചോദിച്ചത് അതാ വല ദ്വാലീൻ, വഴിപഴച്ചവരെ കൂട്ടത്തിൽ ആക്കല്ലേ പഠിച്ചവനെ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വഴിപഴച്ച വർത്താനോ വരാൻ പാടില്ല, വഴിപഴച്ച പ്രവൃത്തി വരാൻ പാടില്ല. ഒരു കാലത്ത് അള്ളാഹുവിന്റെ റസൂല് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിദായത്തിന്റെ മാർഗം വിട്ട് ജീവിക്കുന്ന തന്നിഷ്ടക്കാർ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മതി അഖ്വാമുൻ തജാറാ ബിഹിം തിൽകൽ അഹ്വാഉ കമാ യതജാറൽ കലബു ലിസാഹിബി ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മഫ്സലുൻ ഇല്ലാ ദഖലാ. എന്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം പുറത്തു വരാനിരിക്കുന്നു, സ്വർഗം വേണ്ടാത്തവർ. ബ്രാക്കറ്റിലിറങ്ങിയ സ്വർഗം വേണ്ടാത്തവർ റസൂൽ പറഞ്ഞാൽ എന്റെ വാക. എന്റെ ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗം പുറത്തു വരാനിരിക്കുന്ന, അവരെയും കൊണ്ട് തന്നിഷ്ടങ്ങൾ അങ്ങ് ചലിക്കും. അവർ തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചു പോകും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവങ്ങ് ജീവിച്ചു പോകും. ഏതുപോലെ എന്നറിയോ? ഒരാളെ നായ കടിച്ചിട്ട് പേ പിടിച്ചു, പേരോഗം അത് ബാധിച്ചവരിൽ ചലിക്കുന്നത് പോലെ, പേ പിടിച്ചൊരാള് ജീവിക്കുന്നത് പോലെ അയാളുടെ ഒരു നാടിയോ സന്ധിയോ അവശേഷിക്കുകയില്ല. അത് കടന്നു ചെല്ലാതെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും. ബ്രാക്കറ്റിലിട്ട് പഠിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലോകത്ത് 100% മരണം ഉറപ്പുവരുത്തുന്ന ഒരൊറ്റ രോഗമാണത്. ഏത്? പേരോഗം. ക്യാൻസറിന് വരെ രക്ഷണ്ടെന്നാണ്, പേ പിടിച്ച മരണം ഉറപ്പാന്ന. നോക്കി നിങ്ങൾ, അള്ളാന്റെ റസൂൽ 1500 കൊല്ലം മുമ്പ് നമ്മളെ പഠിപ്പിച്ച ഉദാഹരണം നോക്കണേ. ഉമ്മത്ത് മുസ്ലിം പോണ റൂട്ട് ഏതറിയോ? പേ പിടിച്ചിട്ട് സ്വയം നശിച്ചങ്ങ് മണ്ണോടൊട്ടി നിൽക്കുന്ന, മരിച്ച് മണ്ണറിയുന്ന ഒരു രോഗിയെ പോലെ അള്ളാഹുവിന്റെ റസൂൽ ചിത്രീകരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത വാക്കത്. പേ പിടിച്ച ആൾക്ക് ഒരു രക്ഷയില്ല. അയാള് പ്രിവെൻഷൻ എടുത്തിട്ടില്ലെങ്കിൽ, ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ